ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആലു പൊറോട്ടയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണയൊഴിച്ച് ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ സവാള ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. സവാളയുടെ കൂടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് എല്ലാ മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ മഞ്ഞളും മുളക് മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഉള്ളി വഴറ്റാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പൊടി പൊടിയായിട്ട് ആക്കി പൊടിച്ചിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മസാലയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി റോൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നിറച്ച് കൊടുക്കുകയാണ്. അതിനു വേണ്ടി ചപ്പാത്തി കുറച്ചൊരു പരത്തി കൈ കൊണ്ട് തന്നെ പരത്തിയാൽ മതി കേട്ടോ. ചപ്പാത്തിയുടെ റോളൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാത്തിലും നമുക്ക് ആ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ പൊടി കൂട്ടി പരത്തുമ്പോൾ നന്നായിട്ട് ശരിയായിക്കോളും. ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷമാണ് പരത്തുന്നത്. എല്ലാം നമുക്കൊന്നിങ്ങനെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ചുടുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരും. ഇതിന് കോമ്പിനേഷൻ തൈരാണ്. തൈരിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാം. സൂപ്പറായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഉണ്ടാക്കാൻ ഒരിത്തിരി പണിയാണെങ്കിലും കഴിക്കാൻ സൂപ്പറാണ്. ഇങ്ങനെ എല്ലാം നല്ല റൗണ്ടാക്കി എടുത്തിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാവരും രണ്ട് വശവും നന്നായി വേവിച്ചെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്. തൈരിനൊപ്പം കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. ഞാനതാണ് എടുക്കാറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.